നമ്മളിപ്പോ രാവിലെ എണീക്കുമ്പോ ഇപ്പൊ ബാഡ് കമന്റ്സ് ഒത്തിരി വരാറുണ്ട് എനിക്ക്. എന്താ നല്ലൊരു കുടുംബിനിയായി അങ്ങനെയൊക്കെ കമന്റ്സ് വരാറ് ഇപ്പോഴും. പക്ഷെ ഞാനത് പിൻ ചെയ്ത് വെക്കാറുണ്ട്. ആദ്യം ഞാൻ എന്താ വിചാരിക്കുക, ഓ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ കണ്ടാലും അവർക്കൊരു സങ്കടമാവില്ലേ അവരിങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പിൻ ചെയ്ത് വെക്കും. അപ്പം ഞാൻ കമന്റ്സിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ ഫോളോവേഴ്സ് വന്നിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കും. അപ്പോൾ നല്ല കുടുംബിനി അവർ ഉദ്ദേശിക്കുന്നത് അതായത് പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാവൂ ചെയ്യുമ്പോൾ അത് നോർമലാണ്, പക്ഷെ ആണുങ്ങൾ അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഉണ്ട് എന്ന് ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ മോന് വിഷമമാവുമായിരുന്നു. സത്യമായിട്ടും. അതായത് ഇപ്പൊ നമ്മുടെ ഇവിടെ കമന്റ്സിന് താഴെ വന്നിട്ട് എന്തോ തകരാറ് പോലെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ കമന്റ്സ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഒക്കെ ചെയ്തു. പിന്നെ എൻ്റെ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അത് പിൻ ചെയ്ത് വെക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കുറെ കമന്റ്സ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കമന്റ്സ് വരുന്നതേ ഇപ്പൊ കുടുംബിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് വേറെ കമന്റ് വരുന്നതേ ചേട്ടനെ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം കമന്റുകളും വരാറുണ്ട്. അപ്പൊ ഗേൾസ് ഫാൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഭരത്? കൊള്ളാം. ഇപ്പൊ എനിക്ക് DMs വരാറുണ്ട്. ഈറ്റില്ലത്തിൽ അത്രയും എനിക്ക് മെസ്സേജസ് ഒക്കെ കുറവാണ്. റെസിപ്പീസ് ചോദിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ മെസ്സേജ് വരാറുണ്ട്. അങ്ങനെയല്ല, കുറെ പേര് ഐഡിയ ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് ഇവൾക്ക് ചേട്ടന് ഇഷ്ടാട്ടോ അപ്പൊ എന്റെ വീട്ടില് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കാരണം എന്താ പറയാ നമുക്ക് പെൺപിള്ളേർക്ക് ഉണ്ടല്ലോ പൊതുവെ കുക്ക് ചെയ്യുന്ന ചെക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരോടും ഇങ്ങനെ തന്നെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്? അതുപോലെ പണിക്കര് പറഞ്ഞ ചെക്കൻ ഇവനാന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ഹാർഡ് കോർ ആയിട്ട് വന്ന് മെസ്സേജ് അയച്ച് ഇങ്ങനെ ഭയങ്കര ഇഷ്ട ചേട്ടനെ എന്ന് പറഞ്ഞ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സ്പെസിഫിക് ആയിട്ട് എപ്പോഴും വന്ന് മെസ്സേജ്? പക്ഷെ ഇപ്പോ ഒരു കുട്ടി എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, എവിടെയാ, എന്താ, കഴിച്ചോ, ഉറങ്ങിയോ. അതുപോലെ ഇപ്പോൾ ടൈം കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആക്റ്റീവ് കാണില്ലേ, എന്താ ഉറങ്ങാറായില്ലേ, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ അതിനോട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴും അങ്ങനെ ആക്റ്റീവ് ആയിരിക്കാം, മെസ്സേജ് അയക്കുക അങ്ങനത്തെ ഒരാളല്ല. സോ ഈ കുട്ടിയും കുറേ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ 4+, 5+ അങ്ങനെ മെസ്സേജ് ഇങ്ങനെ കിടക്കുക. അങ്ങനെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യും. അതെ. അവരിങ്ങനെ അൺഫോളോ ചെയ്തു പോയാൽ കഴിഞ്ഞില്ലേ കാര്യം. രണ്ടും നമ്മൾ നന്നായിട്ട് ബാലൻസ് കീപ്പ് ചെയ്യണമല്ലോ, ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ എന്താ പറയാ ഈ വ്ളോഗിങ് അല്ലെങ്കിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു സമയം ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇത്രയും എക്സ്പേർട്ടായിട്ട് കുക്ക് ചെയ്യുന്ന ആളൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒക്കെ കുക്കിംഗ് തുടങ്ങിയ ഒരു ടൈമൊക്കെ എങ്ങനെയാണ് പോലെ ഇനിഷ്യൽ ടൈമിൽ നമ്മൾ ഫസ്റ്റ് കുക്ക് ചെയ്യാൻ പഠിച്ചതോ അല്ലെങ്കിൽ എന്തായിരുന്നു? എൻ്റെ ഒരു 3ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ വീട്ടിൽ അവരെ അച്ഛനും അമ്മയ്ക്ക് കാറ്ററിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും ഞാൻ നാളെ ഇന്നത് ഉണ്ടായിക്കൊണ്ട് വരും, നിങ്ങൾ കണ്ടോ, അങ്ങനെ വെല്ലുവിളിക്കും. അപ്പോൾ എനിക്കറിയില്ലെങ്കിൽ ഞാൻ അമ്മമ്മയുടെ അടുത്ത് ചോദിക്കും അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാരറ്റ് ഹൽവയായിരുന്നു. അപ്പം അന്ന് അപ്പം എനിക്കറിയില്ലായിരുന്നു ഈ നമ്മൾ ഉപയോഗിച്ച പാത്രത്തിൽ പാലൊഴിച്ച് പിരിഞ്ഞു പോകുന്നു. അപ്പം ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി. എപ്പോഴും എല്ലാവർക്കും ഫ്ലോപ്പ് ആവുന്ന കാര്യമാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ പാലൊഴിക്കുമ്പോൾ പിരിയും. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഉപയോഗിച്ച പാത്രത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ കറി ഉണ്ടാക്കിയിരുന്ന പാത്രത്തിൽ അത് ഫുള്ളായിട്ട് ക്ലീൻ അല്ലെങ്കിൽ അതിൽ പാലൊഴിക്കുമ്പോൾ പിരിയും. ഇപ്പോൾ പുളിയുള്ള എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ പിരിയും. അങ്ങനെയായിരുന്നു ഉണ്ടാക്കി, ഫ്ലോപ്പായി. പക്ഷെ ഞാനത് കൊണ്ടുപോയി. എനിക്കും അറിയില്ല അത് പിരിഞ്ഞതാന്ന്, ക്ലാസ്സിലുള്ളവർക്കും അറിയില്ല പിരിഞ്ഞതാന്ന്. അപ്പോൾ പക്ഷെ അവരൊക്കെ കഴിച്ചപ്പോൾ നല്ലതാന്ന് പറഞ്ഞു. പിന്നെ അവർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഇവൻ കൊണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യായിരുന്നു. അന്നിങ്ങനെ യൂട്യൂബ് ഒന്നും നോക്കുന്ന ഒരു ബുദ്ധിയും ബോധമൊന്നുമില്ല എനിക്ക്, ഫോണുമില്ല. അപ്പോൾ സ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി അങ്ങനെ ചെയ്യും. ഭാരത്തിന്റെ ഏറ്റവും വീഡിയോസിന്റെ ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് വൃത്തിയാണ്. ഭയങ്കര വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് അത് പണ്ട് തൊട്ടേ അത് അത്ര പെർട്ടിക്കുലർ ആയിരുന്നു, വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണം കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കിച്ചൺ ആണെങ്കിലും. അങ്ങനെയാണോ? എനിക്കൊരു ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുക്കിംഗ് ചെയ്യണമെങ്കിൽ മുമ്പ് കഷ്ണങ്ങളൊക്കെ അരിയില്ലേ, അരിഞ്ഞതിന് ശേഷം ആ എടുത്ത പാത്രങ്ങളും അതുപോലെ ആ വശമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ പറ്റും. സമയം പോകില്ലടാ. ഇല്ല, അപ്പോഴാണ് നമുക്ക് സമയം കൂടുതൽ കിട്ടുക. കാരണം നമ്മൾ ഈ ഇത് ഒക്കെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്
ക്ലീൻ ചെയ്ത് വന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അരിഞ്ഞു വെച്ച സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആ കുക്ക് ചെയ്ത ഞാൻ എന്താ ഇതല്ലേ ഉള്ളൂ. ചെയ്യാന്നറിയോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അപ്പോൾ നമുക്ക് ഇരുന്ന് ചിലപ്പോ കൈകാലിക്കും. ഓ ഇതിനിപ്പോ വേണ്ട, ഇനി കഴിച്ചിട്ടാവാം എന്ന് തോന്നും. അപ്പൊ കഴിച്ചിട്ട് വന്നു കഴിയുമ്പോ ഇപ്പൊ കഴിച്ചില്ലല്ലോ, കുറച്ച് ഇന്ന് ഫോൺ rest നോക്കാം, ആ ഒരു സംഭവം വരും. പക്ഷെ അതേസമയം നമ്മൾ ആ ചെയ്യുമ്പോ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കാലോ. അങ്ങനെ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ സോ നമുക്ക് ഈ വൃത്തിയുടെ കാര്യത്തിലേക്ക് എത്താം. വൃത്തിയുടെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇത് നേരത്തെ തൊട്ട്, അതായത് ഇപ്പൊ കുക്കിങ്ങിന്റെ കാര്യം മാത്രമല്ല, ഹോം വ്ളോഗ്സ് ഇടുമല്ലോ, ഇടയ്ക്ക് ഒരു ഡേ ഇടാറുണ്ട്, വിളക്ക് വെക്കുന്ന ഇടാറുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമുക്കിങ്ങനെ ത്രൂ ഔട്ട് ഫ്രെയിം നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ വീട്ടില് മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കുന്നത് ഭരതാണോ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അമ്മ രാവിലെ പോവും, ചേച്ചി പോവും, ഞാനും മുത്തശ്ശനും മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് പിൻട്രസ്റ്റ് ഐഡിയാസ് ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കണം, ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ഇതുപോലെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒത്തിരി പഴയ വീട്ടിലാണ്. അപ്പോൾ പുതിയത് ഇപ്പം എന്തായാലും നമുക്കിപ്പോൾ പണിയാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഉള്ള സ്ഥലം നീറ്റായി ക്ലീൻ ആയിട്ട് വെക്കണം എന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ എൻ്റെ വീട്ടിലും ഇങ്ങനെ വാങ്ങിച്ച് വെച്ചാൽ സെറ്റ് ആവില്ലേ, അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ തിരിച്ച് അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഞാൻ ഇന്നലെ വെച്ച സ്ഥലത്തല്ലല്ലോ, ഞാൻ വെച്ച സാധനം കാണുന്നില്ല, അതിപ്പോൾ വേണം എന്ന് പറയും. പക്ഷേ ഞാൻ വെച്ച സ്ഥലത്ത് ഇവർ തിരിച്ചു കൊണ്ടുവയ്ക്കില്ല. അപ്പം എനിക്ക് അവിടെ എൻ്റെ ആ OCD കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറയും അത് ഇന്ന സ്ഥലത്ത് വെച്ചെൻ്റെ എടുത്ത സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഞാൻ തരുള്ളൂ, അങ്ങനെ പറയും. അപ്പോൾ എൻ്റെ ഓർഡറിലാണ് ഇപ്പം എൻ്റെ വീടിരിക്കുന്നത്. എന്ത് കാര്യത്തിലാണ് മോന് ഭയങ്കര നിർബന്ധമുള്ളത് ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത്? കിച്ചൺ എപ്പോഴും അറേഞ്ച് ആയിട്ടിരിക്കണം. ഇന്ന സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുക, ക്ലീൻ ചെയ്യുക. അതുപോലെ എന്താ പറയുക, ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതപ്പോൾ തന്നെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ എവിടെയാണോ ഇരിക്കുന്നത് ആ സാധനം ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക. ഫസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് ഭയങ്കര പാവമായിട്ട് സംസാരിച്ചത്, പക്ഷെ ഈ കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും ഞാനൊരു ചെറിയ നാഗവല്ലി കാണുന്നു. എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചേക്കണമെന്ന് വോയിസ് മോഡുലേഷൻ ഒക്കെ ആളുടെ മാറി തുടങ്ങി. അമ്മയുടെ അടുത്തായാലും അങ്ങനെയാ, അമ്മ ആ സാധനം എടുത്തിട്ട് അത് അവിടെ തന്നെ കൊണ്ടുവെക്കണം കേട്ടോ എന്ന് പറയും. അപ്പം ഇപ്പൊ വെക്കാം, ഇപ്പൊ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, അപ്പൊ തന്നെ ഞാൻ മാറും. അപ്പൊ തന്നെ എന്റെ ടൂൺ മാറും. ഞാനിത് എത്ര നേരം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയില്ലേ അങ്ങനെ ചോദിക്കും. അതുപോലെ നമ്മൾ വ്ളോഗിൽ എപ്പോഴും കാണുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത് അച്ഛൻ എന്താ ചെയ്യുന്നത് മോനെ? അച്ഛൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യാം. അച്ഛനാണോ എപ്പോഴും വ്ളോഗിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്? അച്ഛനാണോ? എല്ലാവരും സപ്പോർട്ട് തന്നെയാ. ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്ന ദിവസം ഞാൻ പറയില്ലേ, റൊട്ടീൻ കറക്റ്റ് ആയിട്ട് പോകുന്ന കുറെ ദിവസങ്ങളുണ്ട്, എനിക്ക് മടി പിടിക്കുന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പൊ ഈ റൊട്ടീൻ കറക്റ്റ് ആയിട്ട് പോകുന്ന ദിവസം അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനായിരിക്കും അടുക്കളയിൽ ഉണ്ടാവുക. അപ്പോൾ ചായക്ക് വെച്ച് അച്ഛനെ അവിടെ ഇരുന്ന് ഞാനും അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ പോകും. റീൽ എടുക്കുമ്പോ അച്ഛൻ അതിനകത്ത് അച്ഛനെ നമ്മൾ അത് അന്ന് ഞാൻ റീൽ എടുത്ത സമയത്ത് അച്ഛനറിയില്ല ഞാൻ അച്ഛനെ റീൽ എടുക്കണ്ടെന്ന്. ഞാൻ അങ്ങനെ ക്യാമറ വെച്ചു, പിന്നെ അമ്മ പോവാൻ നിൽക്കായിരുന്നു, അമ്മയുടെ അടുത്ത് കുറെ നേരം സംസാരിച്ചു, തിരിച്ചു വന്നു, അച്ഛനൊരു ഉമ്മയെ കൊടുത്തു, ഞാനും വാങ്ങിച്ചു. അങ്ങനെ അത് എന്താ പറയാ, അതിൽ വന്നതാ. ഉണ്ട്. അച്ഛനെ കുറച്ചും കൂടി റീൽസിൽ കാണിക്കും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അച്ഛനിപ്പോ പറയാം ഇടയ്ക്കിടയ്ക്ക് റീൽ എടുക്കും, വേണ്ട ഞാനിവിടെ എന്നെ കൂടെ ചോദിക്കുവോ? ഇപ്പൊ അച്ഛൻ അന്ന് മോന് വിഷമം തോന്നില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, അമ്മ എന്തെങ്കിലും ചോദിച്ചൊരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണ് ആദ്യം റിപ്ലൈ കൊടുത്തത്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛനത് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അച്ഛനത് ഭയങ്കര ഫീലായിന്ന്. അമ്മ ഇല്ല എന്നുള്ളൊരു ഇത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനത് ഭയങ്കര ഫീലായി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നീ നിൽക്കുന്ന ഫോട്ടോ ഇട്ടോ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഒരു റീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഞാൻ അന്ന് തന്നെ വൈകുന്നേരം അമ്മ ജോലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ ഒരു സെൽഫി എടുത്ത് സ്റ്റോറി ഇട്ടിരുന്നു. അത് നമ്മളത് കണ്ടായിരുന്നു. ഇനിയിപ്പോ അടുത്ത അമ്മയായിട്ട് ഒരു റീൽ അങ്ങ് ചെയ്യണം.